കൊല്ലം നിലമേലിൽ കാട്ടുപന്നി വയോധികയുടെ വിരൽ കടിച്ചെടുത്തു. കരിന്തലക്കാട് സ്വദേശി സാവിത്രിയമ്മയ്ക്ക് ഇടത് കൈയുടെ ചൂണ്ടുവിരലാണ് നഷ്ടപ്പെട്ടത്. വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോഴാണ് സാവിത്രിയെ കാട്ടുപന്നി ആക്രമിച്ചത്. പ്രദേശത്ത് വന്യജീവി ശല്യം രൂക്ഷമാണെന്നാണ് നാട്ടുകാരുടെ പരാതി. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ലിജോ, ഇത് എപ്പോഴായിരുന്നു സംഭവം? ഇത് എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? സ്ഥിരമായി ഇത്തരത്തിൽ വന്യമൃഗ ശല്യമൊക്കെ ഉള്ള ഒരു മേഖല തന്നെയാണോ ഇത്? കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏകദേശം 7 മണിയോടടുത്ത സമയത്തായിരുന്നു കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത്. അതിലാണ് കരിന്തലക്കാട് സ്വദേശിനിയായിട്ടുള്ള 78 വയസ്സുള്ള സാവിത്രി അമ്മയ്ക്ക് അവരുടെ ഇടത് കൈയുടെ ചൂണ്ടുവിരൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. കൊല്ലം നിലമേലിന് സമീപത്താണ് ഈ കുന്തലക്കാട് എന്ന് പറയുന്ന സ്ഥലം. നാട്ടുകാരുടെ ഒരു പ്രധാന പരാതി അതാണ്. കാര്യം ഈ ഒരു മേഖലയിൽ വന്യജീവികളുടെ ശല്യം രൂക്ഷമാണെന്നുള്ള ഒരു വലിയ പരാതി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വീട്ടുമുറ്റത്ത് നിൽക്കുന്ന സമയത്താണ്, അതായത് അവിടുന്ന് കുറച്ച് ദൂരമൊക്കെ പോയി കഴിഞ്ഞാൽ ചെറിയ വനമേഖലകൾ ഉണ്ടെങ്കിൽ പോലും ആ കാട്ടുപന്നിയൊക്കെ സ്വൈര്യവിഹാരം ഈ സ്ഥലത്ത് നടത്തുന്നുണ്ട്. പക്ഷേ പരാതി നൽകിയിട്ട് നടപടി ഉണ്ടാകില്ല എന്ന് പറയുന്നു. അങ്ങനെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന സമയത്താണ് കാട്ടുപന്നി എത്തുകയും ഇവരെ ആക്രമിക്കുക. അവർക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയാത്ത പ്രായമുണ്ടായിരുന്നു. ഉടൻ തന്നെ അവരെ ആശുപത്രിയിലേക്ക്, ആദ്യം കടക്കൽ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി.